മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ തീപ്പൊരി നേതാവായ കെ.എം. ഷാജി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭയിൽ കന്നി മന്ത്രിയായി അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രതിപക്ഷ നിരയിലും പൊതുവേദികളിലും തന്റെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് എതിരാളികളെ വിറപ്പിച്ചിരുന്ന ഷാജി ഇനി ഭരണാധികാരിയുടെ കുപ്പായത്തിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും തിളങ്ങുന്ന താരമായി മാറുമെന്ന് വിശ്വസിക്കാം. തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ ആർലേക്കർ സത്യപ്രതിജ്ഞക്കായി കെ.എം. ഷാജി എന്ന പേര് അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ സദസ്സിൽ നിന്നും ഉയർന്ന കയ്യടികൾ അണികളുടെ ആവേശം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഒന്നിലധികം തവണ MLA ആയി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും കെ.എം. ഷാജി മന്ത്രി പദവിയിൽ എത്തുന്നത് ഇതാദ്യമായാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കും അനാവശ്യ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞ് സമയം കളയാൻ താനില്ലെന്നും വികസനത്തിലും ജനക്ഷേമത്തിലും ഊന്നിയുള്ള കരുതലോടെയുള്ള പ്രവർത്തന ശൈലിയായിരിക്കും കാഴ്ചവെക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് കണിയാമ്പറ്റ സ്കൂളിലെ ലീഡറായി തുടങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യൂത്ത് ലീഗിലൂടെയും വളർന്നു വന്ന കെ.എം. ഷാജി മുസ്ലിം ലീഗിന്റെ ക്രൗഡ് പുള്ളർ എന്നാണ് അറിയപ്പെടുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം വേദിക്ക് പുറത്തിറങ്ങിയപ്പോൾ നാടകീയവും അതേസമയം രസകരവുമായ ചില സംഭവങ്ങൾക്കും തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. സത്യപ്രതിജ്ഞാ വേദിക്ക് പുറത്ത് കെ.എം. ഷാജിയുടെ ഔദ്യോഗിക വാഹനം ലീഗ് പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയുണ്ടായി. മന്ത്രിമാർക്ക് അനുവദിച്ച ഔദ്യോഗിക വാഹനങ്ങളിൽ 9-ാം നമ്പർ കാറായിരുന്നു ഷാജിക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ 9-ാം നമ്പർ വാഹനം ഭാഗ്യമില്ലാത്തതാണെന്നും ഐശ്വര്യക്കേടാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അണികൾ മന്ത്രിയുടെ വണ്ടി തടഞ്ഞ് തങ്ങളുടെ ആശങ്ക അറിയിച്ചത്. പ്രവർത്തകരുടെ ഈ സ്നേഹപൂർവ്വമായ ശാഠ്യവും ആശങ്കയും കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കെ.എം. ഷാജി പ്രതികരിച്ചത്. അണികളുടെ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വണ്ടി നമ്പർ 9 വേണ്ട, നമുക്ക് 9 വേണ്ട, നമ്പർ മാറ്റണം. 9 വേണ്ട, 9 രസമില്ല. 9 വേണ്ട, 10 എടുത്തോ. രണ്ടാണ് ഫോട്ടോ എടുക്കാൻ രണ്ടാണ്